ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ബസ് ഇറങ്ങിയത് നമ്മുടെ വടക്കുന്നാഥൻ്റെ മുന്നിലാണ് കേട്ടോ. പക്ഷെ അവിടെ നല്ല വലിയ പൂക്കളിട്ടിട്ടുണ്ട് അത്തായിട്ട്. പക്ഷെ അപ്പുറത്തേക്ക് കിടക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അവിടെ പോയി ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല കേട്ടോ. പറ്റുകയാണെങ്കിൽ എപ്പോഴെങ്കിലും ഓണത്തിന് മുന്നേ തന്നെ അപ്പുറത്തേക്ക് കടന്ന് കണ്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതാ വൈകുന്നേരം തിരിച്ചു പോന്നു. ഈവനിങ് വ്ളോഗാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കുട്ടി മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു, പണ്ടത്തെ പോലെ എല്ലാ ക്ലീനിങ്ങും എല്ലാ കുക്കിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ഇപ്പോൾ ചെയ്യണില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ കുറച്ച് വയ്യാണ്ടായപ്പോഴാണ് കേട്ടോ അങ്ങനെ ഒന്ന് കുറച്ച് വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങിയത്. ഇനി ശരിക്കും ഇട്ട് തുടങ്ങാം. ഇന്ന് ഏകദേശം ഏറെക്കുറെ എല്ലാതൊന്നും ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല, ഷൂട്ട് ചെയ്യാൻ. എന്നാലും അത്യാവശ്യം എല്ലാ ജോലികളും ഇന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇനി ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ദിവസവും പണ്ടത്തെ വീഡിയോരെ പോലെ തന്നെ, ഇവിടെ താമസിച്ച സമയത്തെ വീഡിയോരെ പോലെ തന്നെ ഇനിയും വീഡിയോകൾ ഇടാം കേട്ടോ. അപ്പോൾ ഇഷ്ടക്കുറവുണ്ടെങ്കിൽ കൂട്ടുകാർ വീണ്ടും കാണുക. ഇങ്ങനത്തെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് എഴുതാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതാ ചേട്ടൻ്റെ വീട്ടിൽ കുറച്ച് പട്ട അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി അതിവിടെ വലിച്ചുകൊണ്ട് കിട്ടുമെന്ന് പറയാണ് കേട്ടോ. വീട് പണി തുടങ്ങുമ്പോഴൊക്കെ അങ്ങനെ പിന്നെ അറിയല്ല. അപ്പോൾ നമ്മുടെ വീട് പണി തുടങ്ങുമ്പോൾ ഇവിടെയൊക്കെ നല്ല ഭൂമിയായിരുന്നു, ഇങ്ങനെ പുല്ലൊന്നും ഇല്ലാത്ത പന്ത് കളിച്ചായിരുന്ന പിള്ളേർ പന്ത് കളിച്ചിരുന്നൊരു സ്ഥലമായിരുന്നു കേട്ടോ ഇത്. പക്ഷേ ഇപ്പോൾ അത് ആകെ അങ്ങോട്ട് പുല്ല് നിറഞ്ഞില്ല. അപ്പോൾ ആ ഒരു കാര്യമൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ പറയുന്നത് പന്ത് കളിച്ചായിരുന്ന ചേട്ടന്മാർക്കൊക്കെ ജോലിയായിട്ടുണ്ടാവും, അത് കാരണം വരാത്തതെന്നൊക്കെയാണ് പറയണത് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, ഇൻഡക്ഷനൊക്കെ മുകളിലേക്ക് എടുത്ത് വെച്ച് കുറച്ച് ദിവസത്തേക്ക് കറണ്ട് ഇത്തിരി കുറച്ച് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. ഇത്ര അടിച്ചു പൊളിച്ച് ഉപയോഗിച്ചതല്ല. അപ്പോൾ ചോറ് ഞാൻ 2 ഓലക്കൊടി വെച്ച് കത്തിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഗ്യാസമ്മ വെച്ചില്ല കേട്ടോ. മുറ്റത്താകുമ്പോൾ നന്നായിട്ട് തിളച്ച് നല്ല ടേസ്റ്റാണ് ചോറ് വെക്കുമ്പോഴായാലും തിളപ്പിച്ച് ഊറ്റുമ്പോഴായാലും. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ കുറേ നേരം തീ എത്തിക്കില്ല. അത് ഗ്യാസാകുമ്പോൾ നമ്മൾ വിചാരിക്കും ഗ്യാസ് ഇപ്പോൾ കഴിയും കുറേ നേരം കത്തണ അങ്ങനെ വിചാരിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും ഒന്ന് തിളപ്പിക്കുന്നേ ഓഫ് ചെയ്യും. ഇതാകുമ്പോൾ അങ്ങനെയല്ല, നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് നമ്മൾ ഊറ്റുക. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അധ്വാനിക്കുമ്പോൾ അതിന് ടേസ്റ്റ് കൂടുമെന്ന് പറയണ പോലെ തന്നെ അല്ലേ. അപ്പോൾ അങ്ങനെ തീയതിച്ച് ഇടയ്ക്കൊന്നും ഓലക്കൂടി തള്ളി വയ്ക്കാമെന്നുള്ള വിറക് വയ്ക്കാനൊന്നും നിന്നില്ല കേട്ടോ. അതിൻ്റെ ആവശ്യമില്ല എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഒന്നും അത് തിളയ്ക്കാനൊന്നും കുറച്ച് സമയം മതി, കുറച്ച് ചോറുള്ളൂ. അപ്പോൾ അത് തിളയ്ക്കാൻ അധികം സമയം പിടിക്കില്ല. അപ്പോൾ ദേഹത്ത് വന്ന് എല്ലാതും പാത്രം കഴുകേണ്ടതൊക്കെ നമ്മുടെ സിങ്കിലേക്ക് ഇട്ട് ബാക്കി എടുത്ത് വയ്ക്കേണ്ട പഞ്ചസാരയും നാരങ്ങ വെള്ളമൊക്കെ കലക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നിട്ടാണെന്നറിയില്ല, പഞ്ചസാരയും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് അതിൻ്റെ സ്ഥാനത്തേക്ക് വെച്ച് കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ചിടാണ് കേട്ടോ ആദ്യം തന്നെ. അപ്പോൾ നമുക്ക് ഇന്ന് കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത ഒരു കിച്ചടിയുടെ റെസിപ്പിയും അതേപോലെ തന്നെ കുറുക്കുകാളൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. ആദ്യം കൂട്ടുകാരെ വിചാരിച്ചു, പക്ഷേ അതിൻ്റെ സാധനങ്ങൾ ഞാൻ നോക്കിയപ്പോൾ കൃത്യമായിട്ട് കാണാനില്ല. അപ്പോൾ പിന്നെ ഒന്ന് കുറുക്കുകാളനാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ആദ്യം തന്നെ ഒന്ന് കൗണ്ടർ ടോപ്പും ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം പണികൾ തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കിങ്ങിന് വീഡിയോ ഒക്കെ തീർക്കാമെന്ന് ചോദിച്ചു. പക്ഷേ അപ്പോഴേക്ക് ശ്രീകുട്ടൻ പറഞ്ഞു വിശക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കറികളൊന്നും ആയിട്ടില്ലല്ലോ, ചോറുണ്ട് എന്നല്ലേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു പഴം ഇരിക്കേണ്ടതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിക്കും. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് ഉപ്പുമാവും പുട്ടാണ് അല്ലേ. അപ്പോൾ പുട്ട് അങ്ങനെ പിള്ളേർക്ക് കുഴപ്പമില്ല. ഉപ്പുമാവ് ആകുമ്പോൾ കടലക്കറി അങ്ങനെയൊക്കെ ഉണ്ട്, എന്നാലും പിന്നെ കഴിച്ചോളും. വിശക്കുന്ന നേരത്തെ ഈ നേരത്തെ എന്ത് കൊടുത്താലും അവർ കഴിച്ചോളൂ കേട്ടോ. എന്ന് വെച്ചാൽ അത്ര വിശപ്പല്ല. അപ്പോൾ രാവിലത്തെ ഉള്ളത് കറികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ തലേദിവസം തന്നെ ഈ കുക്കിങ്ങൊക്കെ ചെയ്യുമ്പോൾ പിറ്റേ ദിവസം രാവിലെ കൂടുതൽ എഡിറ്റിങ് 2-3 വീഡിയോ ഒക്കെ അല്ലേ ഇപ്പോൾ വരുന്നത്. അപ്പോൾ കൂടുതൽ എഡിറ്റിങ് ഉണ്ടാകുമ്പോഴേക്ക് രാവിലെ അങ്ങനെ ജോലികൾ ചെയ്യാനുള്ള ടൈം കിട്ടണില്ല. വൈകുന്നേരമാണ് കൂടുതൽ ജോലികൾ ഇപ്പോൾ ചെയ്യണത് കേട്ടോ ഈ ഒരു ടൈമിൽ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ കാലത്തെ കറികളൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ വേഗം ഒന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ പൊടി കുഴപ്പമില്ല, പെട്ടെന്ന് കുഴച്ച് പെട്ടെന്ന് തന്നെ അടിപൊളിയായി കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നാളികേരം ചെരിയത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ വേഗം നമ്മുടെ ഈ പുട്ടിൽ കുക്കർ അടുപ്പത്ത് വെച്ച് ഇതിൽ വെച്ച് പുട്ടുണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. അതിനിടയ്ക്ക് തന്നെ നമ്മുടെ പൂച്ചക്കുട്ടന്മാർക്ക് ചോറ് കൊടുത്തു. അവർ ആദ്യം എൻ്റെ അടുത്തുനിന്ന് ചോറിനാണ്ട് അപ്പുറത്തെ വീട്ടിലെ ഒരു പെണ്ണിൻ്റെ പിന്നാലെയൊക്കെ പോകണ്ടായിരുന്നു കേട്ടോ. ഞാനത് തെറ്റിയിട്ടാണെന്ന് അറിയില്ല, അല്ലെങ്കിൽ പൂച്ചകൾ അങ്ങനെയാണ്, ഫുഡ് കിട്ടണോടത്തേക്കാണ് പോവാന്ന് പറയൂലേ, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ നമ്മുടെ പുട്ട് ആദ്യത്തിനുള്ളത് ശ്രീരാഗിനുള്ളത് ശരിയായി, ആദ്യത്തിനുള്ളത് അടുത്തത് വെക്കുന്നുണ്ട്. അപ്പോൾ ഓരോ കഷ്ണം തന്നെ കഴിക്കുള്ളൂ, അങ്ങനെ അധികം ഒന്നും കഴിക്കില്ല.
നമ്മുടെ കിച്ചടിക്കുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് വളരെ കുറച്ച് സാധനങ്ങൾ മതി. ഒരു 2 പച്ചമുളക് ആവശ്യമുള്ളൂ. അപ്പോൾ പച്ചമുളക് ഞാൻ നോക്കിയപ്പോൾ അതിൽ 1-2 ചീഞ്ഞത് കിടക്കുന്നുണ്ട്. അപ്പോൾ വേഗം അതെടുത്ത് മാറ്റി, അല്ലെങ്കിൽ ബാക്കിയുള്ളത് മുഴുവൻ ചീഞ്ഞു പോകും. ഒരു കഷ്ണം ഇഞ്ചി 2 പച്ചമുളകും എടുത്ത് വെച്ചു കേട്ടോ. അത്രയും ഐറ്റംസ് ആവശ്യമുള്ള പച്ചമുളക്, ഇഞ്ചി ഒരു ചെറിയ പീസ് തന്നെ മതി കേട്ടോ. പിന്നെ ഇതാ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എല്ലാതും തയ്യാറാക്കി വെച്ചിട്ട് കുക്കിംഗ് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതിൻ്റെ 2ൻ്റെയും ഷോർട്സ് ഇടാം കേട്ടോ. ഓണാകുമ്പോഴേക്കും എല്ലാത്തിൻ്റെയും ഷോർട്സും വീഡിയോ ആയിട്ട് എല്ലാതും കൂട്ടുകാരുടെ മുന്നിലേക്ക് എത്തും. ആ ഒരു വിധത്തിൽ ഞാൻ എല്ലാതും എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ദിവസം ഈ 2 വീഡിയോ എന്തായാലും ഉണ്ടാവും. രാവിലത്തെ ഈ ഡേ ഇൻ മൈ ലൈഫിൽ 2 വീഡിയോ ഉണ്ടാവും. അല്ലാണ്ട് തന്നെ സെപ്പറേറ്റ് വേറെ 2 വീഡിയോയും കൂടി ഓണാവുന്നവരെ എന്തായാലും ഇടും കേട്ടോ. അതിനിടയ്ക്ക് കറണ്ട് എന്തോ ഒന്ന് മിന്നി മറിഞ്ഞു. അപ്പോൾ എന്തോ പറ്റിയെന്ന് വെച്ചിട്ട് ഞാൻ നോക്കിയതാണ്. അപ്പോൾ വലിയ കുഴപ്പമൊന്നും കാണാനില്ല. ചോറ് ഞാൻ നോക്കിയപ്പോൾ തിളച്ചിട്ടുണ്ട്. അപ്പോൾ അത് മുറ്റത്ത് പോയിട്ട് ആ അരിപ്പയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാമല്ലോ. മുറ്റത്താകുമ്പോൾ നമുക്ക് എളുപ്പമാണ്, ഊറ്റി നിൽക്കൊന്നും വേണ്ട, വെള്ളം പോണതും ഒന്നും കുഴപ്പമില്ല. അപ്പോൾ അതങ്ങോട്ട് ഒഴിച്ച് കണ്ടിട്ട് അത് അവിടെ കൊണ്ടുവച്ചു. പിന്നെ ചോറ് ഇതാ അങ്ങോട്ട് നീക്കി വെച്ചിട്ട്, ശരിക്കും പറയാൻ ചോറ് അപ്പം തന്നെ മൂടി വയ്ക്കുന്നത് അത്ര നല്ലതൊന്നുമല്ല. എന്നാലും പിന്നെ എന്തെങ്കിലും പല്ലി അങ്ങനെ വീണാലോ എന്ന് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മൂടി വെച്ചു. പിന്നെ ഇതാ കിച്ചടിയിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാണ്. ഒരു 1/4 കപ്പ് നാളികേരം ഞാൻ എടുത്തിട്ടുണ്ടാവും. അതിലേക്ക് 2 പച്ചമുളക്, 2 കറിവേപ്പില ഇത്ര ഇട്ടിട്ട് ആദ്യം ഇത്തിരി തൈര് ചേർത്ത് അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അരയ്ക്കാനായിട്ട് വേറെ വെള്ളമൊന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോഴേക്കും നമ്മുടെ ആദ്യം ശ്രീകുട്ടനൊക്കെ ഫുഡ് കഴിക്കാനായിട്ട് വന്നു, അവരെടുത്ത് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ആദ്യം ഇങ്ങനെ ഇത്തിരി തൈര് ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കുക. പിന്നെ അതിലേക്ക് ഒരു നുള്ള് കടുക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിക്കാണ്ട് തൈര് മാത്രം ചേർത്ത് അരച്ചെടുക്കുക. പിന്നെ തൈര് എടുക്കുമ്പോൾ നല്ല കട്ട തൈര് എടുക്കാൻ നോക്കുക. ഇത്തിരി പുളി ഉള്ളതാണ് ഇതിന് ടേസ്റ്റ് കേട്ടോ. കിച്ചടിക്ക് ഇത്തിരി പുളി, അതിൻ്റെ ആ പുളിയാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. പച്ചടി മധുരമുള്ളതല്ലേ, ചെറു മധുരമുള്ളതാണ് അത്. കിച്ചടി പക്ഷേ പുളിയാണ് കേട്ടോ. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അപ്പോൾ അത് നന്നായിട്ട് അരച്ച് അത് അതിലേക്ക് ചേർത്തു. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇനി നമുക്കതിലേക്ക് വറുത്തിടാണ് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലേക്കൊന്ന് ഉപ്പിട്ട് മിക്സാക്കി വെച്ചു. പിന്നെ അതായത് ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഇഞ്ചി ഇട്ടു. അപ്പോൾ ആദ്യം കടുകിട്ട് പൊട്ടിച്ചിട്ട് ഇഞ്ചി ഇട്ടാൽ മതി കേട്ടോ. അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. എന്നുവെച്ചാൽ രണ്ടാമത് കടുകിട്ടപ്പോൾ കടുക് പൊട്ടാനായിട്ട് കുറേ ടൈം പിടിച്ചു. എന്നിട്ട് വേറൊരു സൈഡിൽ ഒരിത്തിരി കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് പൊട്ടി വന്നു കഴിയുമ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത്രയുള്ള പരിപാടി. അങ്ങനെ കൂടുതൽ സംഭവങ്ങളൊന്നുമില്ല. ഒരു ചെറിയ കറിയാണ്, പക്ഷെ നല്ല ടേസ്റ്റ് കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ തൊടുകറിയാണ് ഇത് ശരിക്കും നമ്മുടെ സദ്യയിലത്തെ. അപ്പോൾ അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. തൈരായതുകൊണ്ട് തന്നെ നമ്മൾ പാത്രത്തിലേക്ക് നേരിട്ട് ഒഴിക്കില്ല, ഇങ്ങോട്ട് തിരിച്ചാണ് കേട്ടോ ഒഴിക്കുക. അതൊക്കെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ അത്യാവശ്യം ആർക്കെങ്കിലും ചോറുണ്ടെങ്കിൽ ഓടി വന്ന് ചോറുണ്ണാലോ. അപ്പോൾ അത് മൂടി നീക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി നമുക്ക് കുറുക്ക് കാളൻ ഉണ്ടാക്കുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് എപ്പോഴും കായും ചേനയും എടുക്കണം. അപ്പോൾ ഒരു കായും ഒരു ചെറിയ കഷ്ണം ചേനയാണ് ഞാൻ എടുത്തത്. ക്യൂബായിട്ടൊക്കെ അരിയുക. ക്യൂബ് എന്ന് വെച്ചിട്ട് കറക്റ്റ് കൃത്യം ക്യൂബെന്നൊന്നല്ല, ഇത്തിരി വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ ചേനയും കായും അരിഞ്ഞെടുക്കുക കേട്ടോ. കായേറെ തോല് കളഞ്ഞിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട്. നമ്മൾ കുറുക്ക് കാളനിൽ തോലൊന്നും ഉപയോഗിക്കില്ല. തോല് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പയറും മത്തങ്ങയൊക്കെ വയ്ക്കാമല്ലോ, നല്ല അടിപൊളി ടേസ്റ്റിൽ. പണ്ടൊക്കെ എൻ്റെ വിചാരം ചേന മാത്രം ചേർത്തിട്ടാണ് ഈ കുറുക്ക് കാളൻ ഉണ്ടാക്കാമെന്നായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് വലുതായപ്പോഴാണ് മനസ്സിലായത് രണ്ടും ചേർന്നാലാണ് ഇതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ എന്ന്. പിന്നെ ഇതിലേക്ക് കുരുമുളകാണ് കൂടുതൽ ചേർക്കേണ്ടത്. 1-1.5 ടീസ്പൂണ് കുരുമുളകിൻ്റെ എരിവിനനുസരിച്ച് നമുക്കിതിൽ ചേർക്കാം. ഈ ഒരു സമയത്താണ് കുരുമുളക് ചേർക്കേണ്ടത് കേട്ടോ, പൊടി. അല്ലെങ്കിൽ പിന്നെ വേറെ അരച്ചിട്ട് ചേർത്താലും മതി, അല്ലെങ്കിൽ നന്നായിട്ട് പൊടിച്ചിട്ട് ചേർക്കുക. ഇത്തിരി കൂടുതൽ തന്നെ മഞ്ഞൾപ്പൊടി ചേർക്കുക, ഒരു 1/2 ടീസ്പൂണെങ്കിലും. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഈ വെള്ളം ഇതിൽ ബാക്കി ഉണ്ടായാൽ അത് നമുക്ക് വറ്റിച്ചെടുക്കേണ്ടി വരും. ഒട്ടും വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല കുറുക്ക് കാളനല്ല. കുറുക്കി എടുക്കണം എന്നാണ് പറയുക. അപ്പോൾ കുറച്ച് നാളികേരം എടുത്ത് അതിലേക്ക് 2 പച്ചമുളക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ജീരകം. വേണമെങ്കിൽ നമുക്ക് ചുമന്നുള്ളി ഇടാം, ശരിക്കും ഇടില്ല, സദ്യ റെസിപ്പിയിലൊന്നും ഇടില്ല. എന്നാലും വേണമെങ്കിൽ ഒരു 3-4 ചുമന്നുള്ളി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അതിലേക്ക് നല്ല പുളിയുള്ള തൈരാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. അപ്പോൾ പുളിക്കനുസരിച്ച് തൈരിൻ്റെ അളവിനും മാറ്റം വരുത്തും. പുളി കുറവാണെങ്കിൽ നന്നായിട്ട് തൈരൊഴിച്ച് വറ്റിച്ച് കുറുക്കിയെടുക്കുക. കൂടുതൽ അങ്ങനെ വെള്ളം പോലെയാണെങ്കിൽ കേട്ടോ. അതാണ് അതിൻ്റെ കറക്റ്റ്. ഓവർ പുളിയില്ലാത്ത മോരെടുത്തിട്ട് ഒഴിച്ചിങ്ങനെ കുറുക്കി ഈ ഒരു ടൈമിൽ ആ മോര് ആദ്യം ഒഴിച്ചിട്ട് ആ മോരിനെ കുറുക്കി എടുത്തിട്ട് പിന്നെയാണ് ശരിക്കും അരപ്പ് ഒഴിക്കേണ്ടത് കേട്ടോ. ഞാൻ ഇപ്പോൾ അതേ അരപ്പിൽ വെള്ളത്തിന് പകരം തൈര് ഒഴിച്ച് അരച്ച് ചേർത്തു. നമ്മുടെ കഷ്ണങ്ങൾ ഒട്ടും വെള്ളം ഇല്ലാണ്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിൽ കഷ്ണങ്ങളിൽ വെള്ളം ഉണ്ടെങ്കിൽ
അത് നന്നായിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ. കുറേ അധികം വിളിച്ച് പറയണ പോലെ തോന്നുന്നുണ്ട്. കൂട്ടുകാർക്ക് മനസ്സിലാവായിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇടും. അപ്പോൾ കണ്ടാൽ മതി കേട്ടോ കൂട്ടുകാർ, ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ അതിലാകുമ്പോൾ ഞാനിങ്ങനെ കുറേ സംസാരിക്കില്ലല്ലോ. അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളച്ച് അതിലുള്ള വെള്ളം മുഴുവൻ വറ്റണ വരെ ഒന്ന് കുറുക്കി എടുക്കുക. അതാണ് കേട്ടോ കുറുക്ക് കളൻ എന്ന് പറയുന്നത്. എന്നിട്ട് പിന്നെ നമുക്കിതിൽ വറുത്തിടുന്ന പരിപാടിയുള്ളൂ. പിന്നെ ഇത് ആ വേവിക്കുന്ന സമയത്ത് നമ്മൾ ഈ ചട്ടിയിലേക്ക് ഇടുന്ന സമയത്ത് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുകയാണെന്ന് വെച്ചാൽ നല്ലതാണ്. വറുത്തിടുന്നതും നെയ്യിലാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഒരു നുള്ളു ഒലിവും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കളനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ ഇത് കട്ട കുറുക്കായിട്ട് ഇരിക്കുന്ന കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് നിൽക്കും. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉള്ളിലേക്ക് പിടിപ്പിച്ച് കുറച്ച് കറിവേപ്പില ഒരു ഫോട്ടോ എടുക്കാൻ ഭംഗിക്ക് വേണ്ടി ഞാൻ ചെയ്തതാണ് കേട്ടോ. പിന്നെ അതാ ചേട്ടൻ വന്ന് വടക്കുപുളി നാരങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അരിഞ്ഞ് തരാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി നാളത്തെ വീഡിയോയിൽ കാണിക്കാട്ടെ. ഇന്നത്തെ വീഡിയോയിൽ 2 റെസിപ്പി ആയില്ലേ. ഓവറായിട്ട് റെസിപ്പികളായിട്ടുണ്ടെങ്കിലും നമുക്ക് അത്ര സുഖം ഉണ്ടാവില്ല. മുന്നേ കുറേയൊക്കെ വീഡിയോകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതിലൊക്കെ എന്ന് വെച്ചാൽ ഞാനിങ്ങനെ വലിച്ച് നീട്ടി പറഞ്ഞിട്ട് കൂട്ടുകാർക്ക് വല്ലാണ്ട് ബോറടിക്കും. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇപ്പോൾ ഒക്കെ ടൈം കുറച്ച് 1 മിനിറ്റിന് 2 മിനിറ്റിന് 3 മിനിറ്റിൻ്റെ ഒക്കെ വീഡിയോ ആയിട്ട് ഞാൻ കൂട്ടുകാരുടെ അടുത്തേക്ക് ഇടുന്നത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പാത്രം കഴുകാൻ നിൽക്കുകയാണ്. ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. സാധാരണ വന്ന വഴി ഞാൻ ഫുഡ് കഴിക്കാറ് പതിവുണ്ടായിരുന്നു. ഇപ്പം എന്തോ എനിക്ക് അങ്ങനെ വലിയൊരു വിശപ്പില്ലാത്ത കാരണം കൊണ്ട് ഞാനിങ്ങനെ പണികളെടുത്ത് നടക്കും. അവസാനമാണ് ഫുഡ് കഴിക്കുക. ലാസ്റ്റ് ആയപ്പോഴേക്കാണ് വിശന്നൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ ആ മസാലക്കറിയിലേക്കുള്ള ചട്ടികളൊക്കെ ഒന്ന് കഴുകി വെച്ചതാണ് കേട്ടോ. ഇന്നലത്തെ കറികളിലൊക്കെ തിരിച്ച് ബാക്കി ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് എടുത്തില്ല വൈകുന്നേരത്തേക്ക് ആയപ്പോൾ അതൊക്കെ ഇത്തിരി ഓരോ ടീസ്പൂണൊക്കെ അതൊക്കെ എടുത്ത് കളഞ്ഞ് എല്ലാ പാത്രങ്ങളും കഴുകി വെച്ച് പിന്നെ ഇഷ്ടം പോലെ പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ. നമ്മൾ വൈകുന്നേരം ആകുമ്പോഴേക്കും രാവിലെ തുടങ്ങിയുള്ള കഴിച്ചതിൻ്റെ പാത്രമൊന്നും പിള്ളേർ അവിടെ ഇടില്ല. അതൊക്കെ അവർ കഴുകി വയ്ക്കും അപ്പം തന്നെ. അത് ഞാൻ നിന്ന് പാത്രം കഴുകണ നേരമായാലും അവരത് അവരുടെ പ്ലേറ്റ് കഴുകി വെച്ചിട്ട് തന്നെയാണ് പോകാറുള്ളൂ കേട്ടോ. അതങ്ങനെ ഞാൻ മുന്നേ തുടങ്ങി പഠിപ്പിച്ച കാരണം കൊണ്ട് അത് അവർക്ക് അങ്ങനെ ഒരു ശീലമായി. ഇപ്പോൾ കഴുകാണ്ട് പോകുമ്പോഴാണ് അവർക്കൊരു വിഷമം. അങ്ങനത്തെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് ഞാൻ ഒക്കെ നമ്മുടെ സ്റ്റോർ റൂമിൽ കൊണ്ട് കമഴ്ത്തി വെച്ചു. പിന്നെ ഞാൻ അവിടെ ഒരു തുണി ഉണ്ടായിരുന്നൊക്കെ അവിടെ വിരിച്ചിട്ടതാണ് കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ ഗ്യാസിൻ്റെ ഇത് തുടച്ചില്ല എന്ന് വെച്ചാൽ നല്ല ചൂടായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ തുടച്ചാൽ ശരിയാവില്ല. അത് കാരണം കൊണ്ട് മൊത്തത്തിൽ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചിട്ട് ഒന്ന് വൃത്തിയാക്കി. വാഷ് ബേസിനും ഈ ഒരു സമയത്ത് കഴുകാനായിട്ട് നിന്നില്ല. ഇനി പിള്ളേരൊക്കെ ചിലപ്പോൾ ഫുഡ് കഴിക്കാൻ വരും. അതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് കഴിക്കിട്ടുള്ളൂ. ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ പരമാവധി ഇങ്ങനെ ക്ലീനിങ് ഒക്കെ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഞാൻ. പെട്ടെന്ന് മറന്നു പോയതാണ്. പിന്നെ ഓവറായിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ബോറടിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ടൈം കുറച്ച് ഇതൊന്നും പിടിക്കാണ്ടൊക്കെ ഇരുന്നത്. പിന്നെ ഞാൻ ആ തുടച്ച തുണി അപ്പം തന്നെ കഴുകി കണ്ടിട്ട് അത് നമ്മുടെ അടുക്കളയിൽ നിന്ന് കിടക്കണോടത്ത് ഒരാഴ്ചയുണ്ട് അവിടെ അങ്ങോട്ട് വിരിച്ചിടും കേട്ടോ. അപ്പോൾ അത് പിറ്റേ ദിവസത്തേക്ക് ആകുമ്പോഴേക്കും അത് ഉണങ്ങിക്കോളും. നമ്മൾ അടുത്ത തുണി കൊടുത്ത് ഉപയോഗിക്കുമ്പോഴേക്കും ഈ തുണി ഉണങ്ങുകയും ചെയ്യും. അങ്ങനെ അഴുക്കുള്ള തുണിയൊന്നും അടുക്കളയിൽ ഉണ്ടാവില്ല. അങ്ങനെ അടിച്ചു വാരലും തുടയ്ക്കാനൊന്നും നിന്നില്ല. അവസാനം തുടയ്ക്കുള്ളൂ കിടക്കണം നേരത്ത്. ഇപ്പം ഇനി എഡിറ്റിങ്ങിനൊക്കെ പോവാണ്. പിള്ളേരൊക്കെ ഓരോരുത്തരൊക്കെ മാറി വന്ന് ഓരോന്നൊക്കെ കഴിക്കാനും ഇതിനൊക്കെ വരും. അപ്പോൾ അത് ആ പൂച്ചകളോട് ചീത്ത പറയാൻ കേട്ടോ. അവർ ഫുഡ് കഴിക്കാൻ ഇത്ര നേരം വലിയ മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് അപ്പുറത്തെ വൃത്തിക്ക് പോയിട്ട് ഒന്നും കിട്ടാണ്ടായപ്പോൾ വീണ്ടും എൻ്റെ അടുത്ത് തന്നെ വന്ന് കഴിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത്. നാളെ രാവിലെ 9 മണിക്കാണ്. ഓക്കെ.